ഇനി വരാൻ പോകുന്നത് മത്സരമല്ല, ഇത് കൊച്ചുകുട്ടികളുടെ ചെറിയൊരു പെർഫോമൻസ് ആണ്. ടീം ചങ്സിനെ നമുക്കൊന്ന് സ്വാഗതം ചെയ്യാം. എന്താ പേര്? നിരഞ്ജൻ. യദുകൃഷ്ണ. നിങ്ങൾ ശരിക്കും ചങ്സ് ആണോ? ആണല്ലേ. ഫ്രണ്ട്സ് ആൻഡ് ചങ്സ്. വീടൊക്കെ അടുത്തടുത്താണോ? വരന്തരപ്പള്ളി. ഒരേ ക്ലാസ്സിലാ? ആ, ഓക്കെ. പേരെന്തൊക്കെയാ? നിരഞ്ജൻ, യദുകൃഷ്ണ. ഓക്കെ. യദുകൃഷ്ണ ആൻഡ് നിരഞ്ജൻ ഒന്നിക്കുന്ന ചങ്സ് അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം, സ്പെഷ്യൽ പ്രോഗ്രാം ആണ്. ഇതൊരു കോമ്പറ്റീഷൻ അല്ല. ഓക്കെ, റെഡി, ലെറ്റ്സ് സ്റ്റാർട്ട്. എന്റെ പൊന്നു സാറേ, ഇങ്ങനെ കിടന്ന് തെറി വിളിക്കല്ലേ. സൗണ്ട് എഫക്ട് ചെയ്യണത് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ നോക്കിയ ഈ പ്രൊഡക്ഷൻ കൺട്രോൾ ബെഗിൻസ് ഒരു കാര്യം ഏറ്റതാ. സാറിന് ഇപ്പൊ എന്താ വേണ്ടേ? സൗണ്ട് എഫക്ട് ചെയ്യണ വന്നിട്ടില്ല. പക്ഷെ അതിന് പകരം കേരളത്തിൽ ഒരു ഉഗ്ര മിമിക്രി ആർട്ടിസ്റ്റ് നമ്മളിത് റെക്കോർഡ് ചെയ്യും. അതിനുള്ള ആൾ എന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. മിസ്റ്റർ നാണപ്പൻ, സൗണ്ട് നാണപ്പൻ, പ്ലീസ് കം ടു സ്റ്റേജ്. സൗണ്ട് നാണപ്പൻ കളിക്കില്ലേ? അത് കലക്കി. പക്ഷെ എന്റെ പൊന്നു നാണപ്പൻ, നീ ഇപ്പൊ വന്നില്ലേ? നീ എന്നെ കുടിയിലേക്ക് എടുക്കേണ്ടി വന്നേ. ഓഹോ, 50 മിനിറ്റിൽ 5 പേരുടെ സ്പോട്ടപ്പ്, അതും എൻ്റെ സ്വന്തം ശബ്ദത്തിൽ. പാട്ടുപാടി കലാഭവമണിയുടെ ചിത്രം വരയ്ക്കും. റാംമനോഹർ വേട്ടപ്പള്ളിയെ തൂക്കിടിച്ചുകൊണ്ട് ഫിഗർ ഷൂ. ടെൽ മീ വാട്ട് കാൻ ഐ ഡു ഫോർ യു? തള്ള ഇംഗ്ലീഷ്. എന്റെ പൊന്ന് നാണപ്പ, ഞാൻ ഉദ്ദേശിച്ച കുറച്ച് ശുദ്ധമായ ശബ്ദങ്ങളാണ്. സിനിമയ്ക്ക് സൗണ്ട് എഫക്ട് ചെയ്യാൻ വിളിച്ചാൽ വന്നിട്ടില്ല. അതുകൊണ്ട് ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് നിന്ന് ഡബ് ചെയ്യാന്ന് വിചാരിച്ചു. അതിന് നീ ഓക്കെ ആണോ എന്ന് അറിയാനാണ് നിന്നെ ഞാൻ അങ്ങോട്ട് വിളിപ്പിച്ചത്. ഓ, fill in the blanks with suitable sounds. എനിക്ക് ഇതിന്റെ ഇടയ്ക്ക് ഇവന് ഇവിടുന്ന് നേരെ പോയിട്ട് റൈറ്റ്. എന്ത്? അതാണ് ബാത്റൂം. അതല്ല, എനിക്ക് ഈ സിനിമയുടെ 1 ലൈൻ അറിയണം. ഓ അങ്ങനെ. എന്റെ പൊന്ന് നാണപ്പ, കഥ പറയാനായിട്ട് ഡയറക്ടറോട് ഒടുക്കത്തെ ബിസിയാ. ഇനിയിപ്പൊ ഞാൻ തന്നെ പറഞ്ഞുതരാം. എടാ, നമ്മുടെ കഥ നടക്കുന്നത് കൊച്ചിയിലാണ്. എന്താണോ ഇത്? കൊതുകില്ലാത്ത എന്ത് ചാമ്പ്യൻസ് ആണ് സാറേ? എന്റെ പൊന്ന് സഹോദര, നല്ല വൃത്തിയും അതിസുന്ദരമായ കൊച്ചി. എന്റെ പൊന്നളിയ, നിന്നോട് ഞാൻ വരിക്കശ്ശേരി മനാന്നല്ല പറഞ്ഞത്. എടാ, കൊച്ചി നാടാ പറഞ്ഞത്. ആ, കൊച്ചി ക്ലാരിറ്റിയിൽ പറയണ്ടളിയാ. എന്റെ പൊന്ന് നാണപ്പ, ഇത് കൊച്ചിയിൽ ശനിയാഴ്ചക്ക് പിരിവിനാണ് അണ്ണാച്ചി പറഞ്ഞ കഥയല്ല. എടാ, കൊച്ചി എന്ന മെട്രോ സിറ്റിന്റെ കഥയാണ്. ഓ, മെട്രോ സിറ്റി സ്ലോ മോഷൻ വിത്ത് ബിജിഎം. അതന്നെ അതന്നെ. അടിപൊളി, തകർത്ത് സാധനം പൊളി. ഇതിന്റെ ഇടയ്ക്ക് ശക്തമായി വീശിയടിക്കുന്ന കാറ്റും മഴയും പേടിയും. പേടിയാ? പേടിയല്ല, പേമാരി. ഇത് ഞാൻ തകർക്കും. അവിടേക്ക് ഒരു ടൂറിസ്റ്റ് ബസ്സിൽ ഹോൺ മുഴക്കി ചിരിപ്പാഞ്ഞു വരുന്ന നമ്മുടെ നായകൻ. ഓ, ടൂറിസ്റ്റ് അതന്നെ ഹോണ്. അതന്നെ. ഈ സമയം മറ്റൊരു ദിശയിൽ നിന്നും ഓട്ടോറിക്ഷയിൽ ഹോൺ മുഴക്കി വരുന്ന നമ്മുടെ നായിക. ഓ, യു മീൻ അനദർ ഹോൺ? യെസ്, ഓഫ് കോഴ്സ്. അതാ ആകാശത്തിൽ നിന്നും ഹെലികോപ്റ്റർ വരുന്ന നമ്മുടെ വില്ലൻ. തുടക്കം തന്നെ ക്ലൈമാക്സാ? എടോ, പറയണ ചെയ്യടോ. ഇതൊന്നും അറിയാതെ അങ്ങകലെ ഒരു കുപ്പിയിൽ വെള്ളം നിറക്കുന്ന ഒരു കൊച്ചു ബാലൻ. ഇവര് മഴത്താ? എടാ, അതിനൊക്കെ കുറെ അർത്ഥമുണ്ടോ? ക്ലോസ് അപ്പിൽ ആ കുപ്പിയിൽ വെള്ളം വീഴുന്നു, മനസ്സിലായേ?
ഇതിന് അതാ അവിടെ നോക്കൂ, പുറപ്പെട്ടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ട്രെയിൻ. സാറേ സിനിമ മാറിയ കഥാപ്രസംഗായ അല്ലടോ, ജംകട്ട് ഷോട്ടുകളുടെ ഒരു അയ്യരി കളിയാണ് ഈ സിനിമ. നീ സൗണ്ട് ചെയ്. ആ ട്രെയിൻ പുറപ്പെടുന്നില്ല. എന്താ കാര്യം? എന്നോടാ ആ പാളത്തിൽ കുറുകിയായി കട്ടപ്പുഴുകി വീണെടുക്കുന്ന മരം മുറിച്ചു മാറ്റ്. ഞാനാ മിമിക്രി ചെയ്യാൻ വന്ന ആള് മരം മുറി എങ്ങനെയാ? എടോ, മുറിച്ച് മാറ്റി ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. താൻ അതിനനുസരിച്ചുള്ള ശബ്ദം ഉണ്ടാക്കിയാൽ മതി. ട്രെയിൻ പോട്ടെ. ഇത് കണ്ട് അവിടേക്ക് ചിഹ്നം വിളിച്ച് അവിടേക്ക് പാഞ്ഞെടുക്കുന്ന ഒരു മതയാന. ആനയാ? എങ്ങോട്ടാ സാർ ഇതിന്റെ പോക്ക്? എടോ, ഓരോ മിനിറ്റും ത്രില്ലിലേക്കാണ് നമ്മുടെ സിനിമയുടെ പോക്ക്. നിനക്ക് ആനയുടെ ശബ്ദം ഉണ്ടാക്കാൻ അറിയോ? ആന തൊട്ടടുത്ത കാവിൽ ഉത്സവമാണ്. അവിടെ ജനസാഗരങ്ങൾ ആനന്ദ നൃത്തം ചവിട്ടിച്ചുകൊണ്ട് വെടിക്കെട്ടിന് തിരികൊളുത്തി. ഈ പെരുമഴയത്തെ സാറല്ല പറഞ്ഞ കോരിച്ചൊരിയുന്ന മഴയാന്ന്. വർണ്ണശബളമാണ് നമ്മുടെ സിനിമ. കൊളത്തട പടക്കത്തിന് തിരി. ഒരു നില അമ്മിട്ട്, ആ 2 നില അമ്മിട്ട്, ആ 3 നില അമ്മിട്ട്. സാറേ വെറുതെ അല്ലടാ കണ്ണി കണ്ട കൊക്കും കിളിയൊക്കെ വന്ന് സിനിമയ്ക്ക് റിവ്യൂ പറയണേ. സിനിമ എന്ന് പറഞ്ഞാൽ കുറെ കട്ടും കളറും ഷോട്ടും നല്ല സിനിമയ്ക്ക് ആദ്യം വേണ്ട ഒരു നല്ലൊരു കഥയാണ്. അത് പോയി ഉണ്ടാക്കടാ. അപ്പൊ ഈ പടം പടവണ മുന്നേ എനിക്ക് പോടാ.